കോഴിക്കോട് പേരാമ്പ്ര അനു കൊലപാതക കേസിൽ പ്രതി മുജീബുമായുള്ള തെളിവെടുപ്പ് ഉടൻ നടക്കും. കൃത്യം നടത്തിയ വാളൂരിലാണ് പ്രതിയെ എത്തിക്കുന്നത്. ആളുകൾ പ്രകോപിതരാകുന്നതിനാൽ വൻ പോലീസ് സന്നാഹത്തോടെയാകും തെളിവെടുപ്പ്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചെയ്യുന്നു. രാഹുൽ, 4 ദിവസത്തെ കസ്റ്റഡിയാണ്, ഇപ്പോൾ 2 ദിവസം പിന്നിടുന്നു. കണ്ണൂരെത്തിച്ചു, കൊണ്ടോട്ടി എത്തിച്ച് തെളിവെടുക്കുന്നു. ഇനി കുറ്റകൃത്യം നടത്തിയിടത്ത് സ്വാഭാവികമായ ജനരോഷമുണ്ടാകാനുള്ള സാധ്യത അടക്കമുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? സുഹൈൽ, പ്രതിയുമായുള്ള പോലീസിന്റെ വാഹന വ്യൂഹം അല്പസമയത്തിനുള്ളിൽ നമ്മളിപ്പോൾ ഉള്ള വാളൂരിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ പ്രതിയുമായി ഇവിടെ എത്തുമെന്ന ചില അറിയിപ്പുകൾ പുറത്തു വന്നിരുന്നു. ഇതോടെ ജനങ്ങൾ രാവിലെ മുതൽ ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ഇനി സുഹൈൽ സൂചിപ്പിച്ച പോലെ തന്നെ വാളൂരിൽ 2 ഇടങ്ങളിലാണ് തെളിവെടുപ്പ് ബാക്കിയുള്ളത്. ഒന്ന്, അനുവിനെ കൊലപ്പെടുത്തിയ നമ്മളിപ്പോൾ ഉള്ള വാളൂരിലെ ഈ സ്ഥലത്താണ്. ഇവിടെയാണ് അനുവിനെ കൊലപ്പെടുത്തിയത്. ഇവിടെ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തണം. അതോടൊപ്പം കൊലയ്ക്ക് മുമ്പ് അനുവിനെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുവന്ന മറ്റൊരു സ്ഥലം, അങ്ങനെ 2 ഇടങ്ങളിലാണ് ഇനി തെളിവെടുപ്പ് അവശേഷിക്കുന്നത്. സുഹൈൽ സൂചിപ്പിച്ച പോലെ തന്നെ ജനങ്ങളെല്ലാം തന്നെ വളരെ പ്രകോപിതരാണ്. രാവിലെ പേരാമ്പ്ര പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന ആളുകളുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യം പ്രതിയെ മുഖംമൂടിയില്ലാതെ അവർക്ക് കാണണമെന്ന ആവശ്യമാണ്. പക്ഷെ ഇത് അംഗീകരിക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. അതാണ് തെളിവെടുപ്പ് ഇപ്പോഴും താമസിക്കാൻ കാരണമായി വരുന്നത്. ആളുകൾ പറയുന്നത് 55-ലധികം കേസുകളിൽ പ്രതിയായ ആളെ കാണാതെ ഇവിടെ നിന്നും തിരിച്ചയക്കാൻ സാധിക്കില്ല എന്ന കാര്യം അവർ തന്നെ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് പോലീസ് തയ്യാറാവാത്തതാണ് ഇപ്പോഴും തെളിവെടുപ്പ് താമസിക്കുന്നത്. സുഹൈൽ സൂചിപ്പിച്ച പോലെ തന്നെ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് അനുവദിച്ചിട്ടുള്ളത്. കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുകയാണ്. ഇന്ന് പരമാവധി തെളിവെടുപ്പും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിയ ശേഷം നാളെ കോടതിയിൽ ഹാജരാക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ജനങ്ങളെ പിന്തിരിപ്പിച്ച ശേഷം തെളിവെടുപ്പ് നടത്താനാണ് നിലവിൽ പോലീസിന്റെ ശ്രമം. സുഹൈൽ. ശരി, രാഹുൽ സുരേഷാണ് വാർത്ത വിശദാംശം നൽകിയത്. മുജീബിനെ ഉടൻ ഈ കൃത്യം നടന്നയിടത്ത് എത്തിച്ച് തെളിവെടുക്കും. ജനരോഷത്തിനടക്കം സാധ്യത ഉള്ളതിനാൽ വലിയ പോലീസ് സന്നാഹം അവിടെ ഒരുക്കിയിട്ടുണ്ട്.